radio apps 91.0 where every voice matters. ഹായ് ഹലോ നമസ്കാരം. ആപ്സ് റേഡിയോ 91.0യിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ സനുഷ. ഞാൻ RJ അമീന. ഒരു നല്ല പുസ്തകം 100 കൂട്ടുകാർക്ക് തുല്യമാണ്. എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകൾ സൗഹൃദത്തിന്റെ മാധുര്യം വർദ്ധിപ്പിക്കും. സൗഹൃദം എന്ന വിഷയമായി ആപ്സ് റേഡിയോയിലൂടെ ഞങ്ങൾ എത്തിയിരിക്കുന്നു. സനുഷ, ആരാണ് കൂട്ടുകാർ? നമുക്ക് കളിക്കാനും ചിരിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും കൂടെയുള്ളവർ. അതെ, സത്യം. സൗഹൃദത്തെക്കുറിച്ച് ഒരു കവിതയുമായി എത്തുന്നു +1 നിന്നും അലീന. കൂടെ പിറപ്പല്ല ഇവനെൻ്റെ നിറമല്ല, മതമല്ല ഇവനെൻ്റെ ജാതിയല്ല, ഭേദങ്ങൾ അതിരിട്ട കെട്ട കാലത്തിൻ്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ. കൂടെ പിറപ്പല്ല ഇവനെൻ്റെ നിറമല്ല, മതമല്ല ഇവനെൻ്റെ ജാതിയല്ല, ഭേദങ്ങൾ അതിരിട്ട കെട്ട കാലത്തിൻ്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ. കൂട്ടായതെന്നെനിക്കറിയില്ല, കരളിൻ കരുത്താണ് കൂട്ടാണ് കൂട്ടുകാരൻ. കൂട്ടായതെന്നെനിക്കറിയില്ല, കരളിൻ കരുത്താണ് കൂട്ടാണ് കൂട്ടുകാരൻ. കൂടെ പിറപ്പല്ല ഇവനെൻ്റെ നിറമല്ല, മതമല്ല ഇവനെൻ്റെ ജാതിയല്ല, ഭേദങ്ങൾ അതിരിട്ട കെട്ട കാലത്തിൻ്റെ മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ. മുൻപേ പിറന്നവൻ കൂട്ടുകാരൻ. നന്ദി അലീന. സൗഹൃദത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ദേവി ഭദ്രയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാലോ? സുഹൃത്തുക്കൾ ഏറ്റവും മനോഹരമായ സൗഭാഗ്യം. പിണങ്ങിയാലും ഇണങ്ങിയാലും അടുക്കുന്ന ചിലർ, സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഒപ്പം ചിരിക്കാനും കരയാനും കഴിയുന്നവർ, നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത നിധിയുമാണ് അവർ. നല്ല കൂട്ടുകാർ നമ്മുടെ വിജയത്തിൻ്റെ ആധാരമാണ്. നമുക്ക് ഒരച്ഛനെയോ അമ്മയോ തിരഞ്ഞെടുക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയുകയില്ല. എന്നാൽ നല്ലൊരു സുഹൃത്തിനെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മുതൽക്കൂട്ടാകും. നന്ദി ദേവി. സ്നേഹത്തോടെ ജീവിക്കാം, നല്ല കൂട്ടുകാരാകാം. അടുത്ത ആഴ്ച പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.